ആ, ഇനി ആരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇല്ല. അപ്പൊ ആ ചോദ്യം ദിയാപ്രതി വരുന്നേറ്റൊന്ന് വായിച്ചേ. ഓക്കെ, എന്താണ് ദിയാപ്രദീപ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ദി പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് ടു ആഡഡ് ടു ഇറ്റ് എന്ന് വെച്ചാൽ അർത്ഥം ഒരു നമ്പർ, ഒരു സംഖ്യ അല്ല, അതിനോട് കൂടി രണ്ട് കൂട്ടിയ മറ്റൊരു നമ്പർ, ഇതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള പ്രോഡക്റ്റ് എത്രയാണ്? 168. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്നുകൂടെ, ആദ്യം ഒരു നമ്പർ, പിന്നെ നമ്മൾ ആ നമ്പറിനോട് കൂടി രണ്ട് കൂടി ആഡ് ചെയ്തു, അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടി. എന്നിട്ട് ഈ രണ്ട് നമ്പറിന്റെയും കൂടിയുള്ള എന്ത് കണ്ടുപിടിച്ചു? പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ഉത്തരം എത്ര കിട്ടി? 168 കിട്ടി. എങ്കിൽ നമ്പർ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഇരിക്കും, നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഇപ്പൊ ഉടനെ പറയാം. പറഞ്ഞാട്ടെ, എഴുതുക. ആൻസർ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് നമ്പർ ഈക്വൽ ഉണ്ടെന്നില്ല, ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ്. ബ്രാക്കറ്റിൽ സപ്പോസ്. അടുത്ത വരിയില് വിച്ച് ഇംപ്ലൈസ് സെക്കൻഡ് നമ്പർ ഈക്വൽ രണ്ടാമത്തെ സംഖ്യ സമം എക്സ് പ്ലസ് 2. ഇനി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നില്ലേ? ആരുടെ പ്രോഡക്റ്റ്? ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള പ്രോഡക്റ്റ്. അപ്പൊ എഴുതുക പ്രോഡക്റ്റ് ഈക്വൽ 168 ബ്രാക്കറ്റിൽ ഗിവൺ വിച്ച് ഇംപ്ലൈസ് ആരുടെ പ്രോഡക്റ്റ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 168. ഓക്കെ, എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? നമ്മൾ ബ്രാക്കറ്റ് ഗുണിക്കുന്നു. പറഞ്ഞത് കേട്ടെ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2x ഈസ് ഈക്വൽ ടു 168. ഓക്കെ, നോക്കാം. എക്സ് സ്ക്വയർ ഉള്ള ഒരു ടേം, അതിനുശേഷം പ്ലസ്, പിന്നെ എക്സ് ഉള്ള ഒരു ടേം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. രണ്ടാമത്തേത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോ നമ്മുടെ സ്ക്വയർ കംപ്ലീഷന്റെ കറക്റ്റ് ഫോമായി അല്ലേ? ഫോമായില്ലേ? തീർച്ചയായും നിന്നിട്ട് സ്ക്വയർ കംപ്ലീഷൻ റൂൾ എന്ന് പറഞ്ഞ വർക്കിംഗ് റൂള് അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? ഇവിടെ 2 വർക്കിംഗ് കൊടുത്തിട്ടിരിക്കെ 2 ഇരിക്കും. 2ന്റെ പകുതി 2/2 ഈക്വൽ 1. അടുത്തത് 1ന്റെ സ്ക്വയർ 1. ഓക്കെ, ആ 1 നമ്മൾ തിരിച്ചിപ്പുറത്ത് വരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 1 ഈക്വൽ 168. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ 168. അപ്പുറത്ത് പോട്ടെ, പ്ലസ് 1. ശ്രദ്ധിക്കാം, ഈ ഇടതുവശത്തിനെ നിങ്ങൾക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ എക്സിനെ എടുത്ത് സ്ക്വയർ ചെയ്യണം. 1 കിട്ടണമെന്നുണ്ടെങ്കിൽ 1നെ എടുത്ത് സ്ക്വയർ ചെയ്യണം. ഈ എക്സിന്റെ മുമ്പിലത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ നടുക്ക് പ്ലസ് വരും. അപ്പൊ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ പ്ലസ് ഓർ മൈനസ്
√169 ആണോ? അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ പ്ലസ് ഓർ മൈനസ് 169ന്റെ റൂട്ട് എത്ര? 13. ആനന്ദമോൻ എഴുതിയോ? ആ, അപ്പൊ എക്സ് പ്ലസ് 1ന് എത്ര വിലയുണ്ട്? എക്സ് പ്ലസ് 1ന്റെ ഒരു വില 13, എക്സ് പ്ലസ് 1ന്റെ അടുത്ത വില. അപ്പൊ എക്സ് ഈക്വൽ 13 പ്ലസ് 1 അപ്പുറത്ത് പോട്ടെ, -1. അപ്പൊ എക്സ് ഈക്വൽ 13 ഒന്ന് കുറച്ചാൽ ഇനി അപ്പുറത്ത് എക്സ് ഈക്വൽ -13 പ്ലസ് 1 അപ്പുറത്ത് പോട്ടെ, -1. അപ്പൊ എക്സ് ഈക്വൽ മൈനസ്. ഓക്കെ, ഇവിടം വരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഓൺലൈൻകാർക്ക് ഇവിടം വരെ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അപ്പൊ എക്സിന് എത്ര വില കിട്ടി? 2 വില. ഇതിൽ ഏത് വില നമ്മൾ എടുക്കും, ഏത് വില എടുക്കില്ല? -14 എടുക്കത്തില്ല. ഏത് വില എടുക്കും? 12. തെറ്റ, 2 വില എടുക്കും. കാരണം ക്വസ്റ്റ്യനകത്തിൽ ഏതെങ്കിലും പ്രത്യേക സ്വഭാവമുള്ള നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഒരു നമ്പരും അതിനോടുകൂടി 2 കൂട്ടിയതിന്റെ പ്രോഡക്റ്റും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പ്രത്യേകിച്ചൊരു സ്വഭാവം ഇല്ലാത്ത നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഈ 2 നമ്പരും എന്ത് ചെയ്യണം? എടുക്കണം. അപ്പൊ എഴുതുക, when x is equal to 12. എഴുതിയോ? which implies first number equal x equal 12 ആണോ? അടുത്ത വരി സെക്കൻഡ് നമ്പർ ഈക്വൽ എക്സ് പ്ലസ് 2 ഈക്വൽ 12 പ്ലസ് 2. 12 പ്ലസ് 2. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം, ഉത്തരം ശരിയാണോ? ആണോ? ആദ്യത്തെ നമ്പർ 12ഉം രണ്ടാമത്തെ നമ്പർ 14ഉം വന്നാൽ ഉത്തരം ശരിയാണോ? ആണോ? നിങ്ങൾ തീരുമാനിക്കൂ. സൈഡിലോട്ട് മാറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിച്ചേ. 12 × 14 എന്ന് കണ്ടുപിടിച്ചേ. വർക്കിംഗ് കോളത്തിലോട്ട് 12 × 14 168. അപ്പൊ കറക്റ്റ് ആയല്ലോ. അടുത്തത് when x is equal to -14. അണ്ടർലൈൻ ചെയ്യുക. എഴുതിയോ? ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ് ഈക്വൽ -14. സെക്കൻഡ് നമ്പർ ഈക്വൽ എക്സ് പ്ലസ് 2 ഈക്വൽ -14 പ്ലസ് 2. ഒരാള് നെഗറ്റീവ്, ഒരാള് പോസിറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 14 നിന്ന് 2 കുറച്ചാൽ 12. വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ നമ്പർ ഏതൊക്കെയാ? -14ഉം -12ഉം. ഉത്തരം ശരിയാണോ? സൈഡിലോട്ട് വരുന്നത് ഒളിച്ചു നോക്കിക്ക്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 14 × 12 നമ്മൾ ഓൾറെഡി ഗുണിച്ചല്ലേ. എത്ര കിട്ടും ആൻസർ? 160. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ആൻസറാണ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അഭിരാമി വായിച്ചോളൂ. എന്താണ് അഭിരാമി വായിച്ച ചോദ്യത്തിന് അർത്ഥം? ഫൈൻഡ് 2 നമ്പേഴ്സ്. എത്ര നമ്പർ കണ്ടുപിടിക്കണം? 2 നമ്പർ. 2 നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. വെറുതെ ഉള്ള 2 നമ്പരാണോ അഭിരാമി വേണ്ടത്? അല്ല. എങ്ങനെയുള്ള 2 നമ്പര്? സമ്മ 4 എന്ന് പറഞ്ഞാൽ ആ 2 നമ്പരും കൂടി കൂട്ടുമ്പോൾ ഉത്തരം എത്ര കിട്ടണം? 4 കിട്ടണം. എത്ര കിട്ടണം? ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ 4ൽ കൂടുതലും കിട്ടും. കേട്ടല്ലോ? അപ്പൊ 2 നമ്പർ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 4 കിട്ടണം. പിന്നെ 2 നമ്പറല്ല, അതേ 2 നമ്പറിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോ ഉത്തരം എത്ര വരണം? അപ്പൊ സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടുമ്പോൾ 4ഉം ഗുണിക്കുമ്പോൾ 2ഉം കിട്ടണം.
പിള്ളാച്ച കൂട്ടുമ്പോൾ 4 ഗുണിക്കുമ്പോൾ 2 കിട്ടണം. ആലോചിച്ച് അങ്ങനെ വല്ല നമ്പർ ഉണ്ടോ? ആദ്യം ഗുണിക്കുമ്പോൾ 4 കിട്ടുന്ന നമ്പർ ഏതൊക്കെയാ? 1ഉം 4ഉം ഇല്ലേ? 1ഉം 4ഉം ഇല്ലേ? പക്ഷെ 1ഉം 4 കൂട്ടിയാൽ 5 വരും. നമുക്ക് എത്ര വന്നാൽ മതി? പിന്നെ 2ഉം 2 കൂട്ടിയാൽ 4 കിട്ടും. പക്ഷെ ആ 2ഉം 2 ഗുണിച്ചാലും 4 വരുന്നത്. പക്ഷെ ഇവിടെ എത്ര വരണ്ടേ? 2 വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ യുക്തിയിലുള്ള 2 നമ്പറുകൾക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ടാകും. ഈ പ്രോപ്പർട്ടി നമ്മൾ സാധാരണ നമ്മുടെ കൗണ്ടിങ് നമ്പർ വെച്ച് ആലോചിക്കുന്നത്. ആ കൗണ്ടിങ് നമ്പറുകളിൽ ഇങ്ങനെ 2 നമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള 2 നമ്പർ? കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 4ഉം ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം വരുന്ന 2 നമ്പര്. നമ്മൾ മറ്റ് നമ്പറുകളിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആദ്യം വേണ്ട സ്റ്റെപ്പ് ഒന്ന് വർക്കിംഗ് കൊടുത്തിട്ടുണ്ടിരിക്കെ. ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ 4. ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ 4. അറിയോ? ഡാഷ് ഇൻറ്റു ഡാഷ് ഈക്വൽ 2. നമ്മൾ ഇതിലെ ആദ്യത്തെ കണ്ടീഷൻ ഇങ്ങോട്ട് എടുക്കുന്നു. എഴുതുക. ഫസ്റ്റ് നമ്പർ ഈക്വൽ ഫസ്റ്റ് എന്ന് മാത്രം എഴുതി വെക്കരുത്. ഫസ്റ്റ് നമ്പർ ഈക്വൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അടുത്ത വരിയിൽ എന്ത് എഴുതി വെക്കും? വിച്ച് ഇംപ്ലൈസ് സെക്കൻഡ് നമ്പർ ഈക്വൽ സെക്കൻഡ് നമ്പർ ഈക്വൽ അവരുടെ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടണം. അതിൽ ഒരു നമ്പർ നമ്മൾ ഇപ്പൊ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 4 മൈനസ് എക്സ്. സംശയമുണ്ടോ? എക്സും 4 മൈനസ് എക്സും കൂടെ ആഡ് ചെയ്താൽ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി പോകും. ഉത്തരം എന്ത് വരും? 4 വരും. അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ 2 നമ്പർ കൂട്ടുമ്പോൾ 5 കിട്ടണം. 2 നമ്പർ കൂട്ടുമ്പോൾ അതിൽ ഒരു നമ്പർ 2 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 5ൽ നിന്ന് 2 കുറയ്ക്കാം. 2 നമ്പർ കൂട്ടുമ്പോൾ 4 കിട്ടണം. അതിൽ ഒരു നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ രണ്ടാമത്തെ നമ്പർ 4 മൈനസ് എക്സ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഒന്നാമത്തേത് വെച്ച് നമ്മൾ 2 നമ്പർ എഴുതി വെച്ചു. ഇനി അടുത്ത കണ്ടീഷനിലേക്ക് പോകാമല്ലോ. അടുത്ത കണ്ടീഷൻ ഏതാണ്? പ്രോഡക്റ്റ് ഈക്വൽ 2 എഴുതുക. പ്രോഡക്റ്റ് ഈക്വൽ 2 ബ്രാക്കറ്റിൽ ഗിവൺ. പ്രോഡക്റ്റ് ഈക്വൽ 2 ബ്രാക്കറ്റിൽ ഗിവൺ. ഓക്കെ. ആരുടെ പ്രോഡക്റ്റ്? ഏത് 2 നമ്പർ ഉണ്ട്? വിച്ച് ഇംപ്ലൈസ് എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് ഈക്വൽ ടു 2 ആണോ? ബ്രാക്കറ്റ് കുടിക്കുന്നു. എക്സ് ഇൻറ്റു 4 എക്സ്. എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് ഓർഡറിൽ എഴുതിയാൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 2. ഇനിയിപ്പോ എന്നതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യം എക്സ് സ്ക്വയർ ടേം ഉണ്ടോ? ഉണ്ട്. അതിനുശേഷം പ്ലസ്. പിന്നെ ആരാ ഉള്ളത്? കോൺസ്റ്റന്റ്. എക്സ് ടേം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. രണ്ടാമത്തെ കണ്ടീഷൻ എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ്, അതായത് എന്റെ മുമ്പിൽ വരുന്ന നമ്പർ 1 ആയിരിക്കണം. ഇവിടെ ഇതുപോലെ നമ്മൾ നേരത്തെ ഓൺലൈൻ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ചെയ്യുന്ന പരിപാടി? ഇതിനെ മൊത്തത്തിൽ ഒരു -1 കൊണ്ടങ്ങ് ഒന്നേ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ ഡിവൈഡ് ചെയ്യാം. 2 ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അടുത്ത വരിയില് മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ -1. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ -1. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ -1. മൊത്തത്തിൽ എന്തുകൊണ്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക?
-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും പറഞ്ഞാട്ടെ? പറഞ്ഞാട്ടെ. -x² എന്തായിട്ട് മാറും? +x². +4x എന്താകും? -4x ഈസ് ഈക്വൽ ടു -2. ഇപ്പോൾ എല്ലാം കൊണ്ടും കറക്റ്റ് ആണോ നോക്കിക്കേ. x² ഉള്ള ടേം ഉണ്ടോ? ഉണ്ട്. x ഉള്ള ടേം ഉണ്ടോ? ഉണ്ട്. ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ x² കോഎഫിഷ്യന്റ് 1 ആണോ? ഉണ്ട്. ഓക്കെ. ഇനി എന്തോ വർക്കിംഗ് റൂൾ? x കോഎഫിഷ്യന്റ് അതാരാ? -4. വർക്കിംഗ് കോളത്തിലോട്ട് എഴുതൂ. -4. ഇനി ആ -4ന്റെ എന്ത് കണ്ടുപിടിക്കണം? പകുതി. -4 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ആൻസർ -2. ഇനി ആ -2ന്റെ എന്തെടുക്കണം? സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? 4. ഈ 4 നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൂട്ടുകയും. അപ്പൊ എഴുതട്ടെ x² -4x +4 -4 ഈസ് ഈക്വൽ ടു -2 ആണോ? അപ്പോ x² -4x +4 സമം -2. ഇതപ്പുറത്ത് പോട്ടെ. +4. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഈ ഇടതുവശത്ത് കിടക്കുന്നവരെ എങ്ങനെ ചുരുക്കി എഴുതാം? x² കിട്ടണമെങ്കിൽ x എടുത്ത് സ്ക്വയർ ചെയ്യണം. 4 കിട്ടണമെങ്കിൽ 2 എടുത്ത് സ്ക്വയർ ചെയ്യണം. x ഉള്ള ടേമിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് നടുക്ക് മൈനസ് വരും. അപ്പൊ x - 2 the whole square is equal to -2 + 4 മൈനസ്. അപ്പൊ x - 2 the whole square is equal to അല്ല +2. വലുതിന്റെ ചിഹ്നം അല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ x - 2 the whole squareന്റെ വില 2 ആണ്. അപ്പൊ x - 2ന്റെ വില x - 2 is equal to +or - √2. ±√2. അപ്പോൾ x - 2ന് എത്ര വില കിട്ടി? x - 2ന്റെ ഒരു വില √2. x - 2ന്റെ അടുത്ത വില -√2 അല്ലേ? അപ്പോൾ x ഈക്വൽ √2. ഈ -2 അപ്പുറത്ത് പോട്ടെ. +2. ഓർ x ഈക്വൽ -√2. ഈ -2 അപ്പുറത്ത് പോട്ടെ. എഴുതിയോ? അപ്പൊ ഇതൊന്നുകൂടെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. x ഈക്വൽ 2 + √2 ഓർ x ഈക്വൽ or x equal 2 മൈനസ് എന്തോ √2 + 2 എന്ന് പറയുന്നത് തന്നെയാണ് 2 + √2. -√2 + 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 - √2. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് ആരുടെ വില കിട്ടി? എക്സിന്റെ വില. നിങ്ങൾ ഇതുവരെ ചെയ്ത കണക്കുകളിൽ നിന്ന് ഇതിന് വല്ല വ്യത്യാസമോ വല്ലതും ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. എന്ത് വ്യത്യാസം? ആദ്യമായിട്ട് റൂട്ട് വന്നു. ഒരു കണക്കിന്റെ ഉത്തരം ഇറാഷണൽ നമ്പർ വന്നു. എന്ത് നമ്പർ വന്നു? 2 - √2. അല്ല, √2 എന്ത് നമ്പരാ? ഇറാഷണൽ നമ്പരാ. 2 + √2 ഉത്തരം എന്ത് നമ്പരാ? അവർ ഈ കണക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഈ കണക്കൊക്കെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എപ്പോഴും സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ 0 വരും, അല്ലെ കൗണ്ടിങ് നമ്പർ വരും, അല്ലെ കൗണ്ടിങ് നമ്പറിന്റെ നെഗറ്റീവ് വരും, ചിലപ്പോ ഫ്രാക്ഷൻ വരും എന്നൊക്കെ വിചാരിച്ചിരിക്കും. അങ്ങനൊന്നും വിചാരിക്കരുത്. എന്ത് നമ്പരും അതിന്റെ ഉത്തരമായിട്ട് വരാം. ഇറാഷണൽ നമ്പരും അതിന്റെ ഉത്തരമായിട്ട് വരാം.
അല്ല എക്സ് മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് രണ്ട് നമ്പർ ഇല്ലേ, ഫസ്റ്റും സെക്കൻഡ് നമ്പർ ഇല്ലേ. ഇതിൽ ഏത് വില എടുക്കും? ഹലോ, ഇതിൽ ഏത് വില എടുക്കും? രണ്ട് വില എടുക്കണം, രണ്ട് വിലയും എടുക്കണം. അപ്പൊ എഴുതുക, when x is equal to 2 plus root 2. When x is equal to 2 plus root 2. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ് ഈക്വൽ 2 plus root 2 ആണോ? അടുത്ത വരിയിൽ സെക്കൻഡ് നമ്പർ ഈക്വൽ 4 മൈനസ് എക്സ്. ഇനിയുള്ള സ്റ്റെപ്പുകളൊക്കെ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. 4 മൈനസ് എന്താണ് എക്സിന്റെ വില? 2 പ്ലസ് ഈ 2 പ്ലസ് റൂട്ട് 2 ബ്രാക്കറ്റ് ഇടാത്തത് മുതൽ ഈ ആൻസർ തെറ്റി തുടങ്ങും. മനസ്സിലായല്ലോ? എന്താണോ എക്സിന്റെ വില അതിന് മൊത്തത്തിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 4 മൈനസ് അകത്തോട്ട് ഗുണിക്കൂ. 2നെ മൈനസ് കൊണ്ട് ഗുണിക്കുന്നു. -2 മൈനസ് ഇൻറ്റു പ്ലസ് റൂട്ട് 2, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് റൂട്ട് 2. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 4ൽ നിന്ന് 2 കുറച്ചാൽ 2, ഉത്തരം 2 മൈനസ്. അപ്പൊ ഒന്നാമത്തെ നമ്പർ 2 പ്ലസ് റൂട്ട് 2 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്ത് വരും? 2 മൈനസ് റൂട്ട് 2 വരും. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. അല്ലെങ്കിൽ അടുത്ത നമ്പർ എടുക്കണ്ടേ? ഏതാ? when x is equal to പറഞ്ഞാട്ടെ. when x is equal to മിണ്ടുന്നില്ല. when x is equal to 2 മൈനസ് റൂട്ട് 2 അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് നമ്പർ ഈക്വൽ x ഈക്വൽ 2 മൈനസ് റൂട്ട് 2 ആണോ? പറഞ്ഞാട്ടെ. അപ്പൊ സെക്കൻഡ് നമ്പർ ഈക്വൽ 4 മൈനസ് എക്സ്. അപ്പൊ 4 മൈനസ് 2 മൈനസ് റൂട്ട് 2. അപ്പൊ 4 മൈനസ് അതോണിച്ചേ -2 പ്ലസ് റൂട്ട് 2. 4ൽ നിന്ന് 2 കുറച്ചാൽ 2, അപ്പൊ 2 പ്ലസ് ആണോ? ഒരു നമ്പർ 2 മൈനസ് റൂട്ട് 2 ആകുമ്പോ അടുത്ത നമ്പർ എന്ത് വരും? ഒരു നമ്പർ 2 പ്ലസ് റൂട്ട് 2 ആകുമ്പോൾ മറ്റേ നമ്പർ എന്ത് വരും? നമ്പർ കിട്ടി. അഭിനവേ, ആനന്ദേ, ഈ ഉത്തരം ശരിയാണോന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ എന്നകത്ത് നോക്കും. ഈ ഉത്തരം എങ്ങനെയാണ് നമ്മൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നത്? അതുകൊള്ളാം. പ്രോബ്ലം തുടങ്ങിയതിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് കണ്ടീഷൻ. ഈ 2 നമ്പരും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? അതല്ലേ അടുത്ത കണ്ടീഷൻ. ബോർഡിലേക്ക് നോക്കിയിരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. 2 പ്ലസ് റൂട്ട് 2ഉം 2 മൈനസ് റൂട്ട് 2ഉം കൂടെ ആഡ് ചെയ്യണം. പ്ലസ് റൂട്ട് 2ഉം മൈനസ് റൂട്ട് 2ഉം കൂടെ ക്യാൻസൽ ആയിപ്പോ 2 പ്ലസ് 2. അപ്പോൾ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? ഉത്തരം കിട്ടിയില്ലേ? കൂട്ടിയപ്പോൾ ഉത്തരം 4 കിട്ടിയത് കൊണ്ട് മാത്രം ഉത്തരം എന്താകണമെന്നില്ല, ശരിയാകണമെന്നില്ല. ഇനി എന്തുകൂടെ ശരിയാകണം? ഗുണിക്കുമ്പോഴും ഇതേ ഉത്തരം എന്ത് ചെയ്യണം? കിട്ടണം. എങ്ങനെ ഗുണിക്കുന്നത്? 2 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 2 മൈനസ് റൂട്ട് 2. കണ്ടിട്ട് എന്തെങ്കിലും വല്ല മുൻകാല പരിചയം തോന്നുന്നുണ്ടോ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ സ്ഫടികത്തിൽ ചാക്കോമാഷ് പറയുന്ന പോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഉത്തരം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ 2 സ്ക്വയർ മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ. 2 സ്ക്വയർ എത്ര? 4 മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ 2. 4 മൈനസ് 2 ഈക്വൽ. ഗുണിച്ചപ്പോൾ ഉത്തരം 2 കിട്ടുന്നില്ലേ? അപ്പൊ കൂട്ടുമ്പോൾ ഉത്തരം 4 വരുന്നുണ്ട്.
ഗുണിക്കുമ്പോൾ ഉത്തരം ഇതാണ് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞത്. നമ്മുടെ സാധാരണ രീതിയിലുള്ള നമ്പറുകൾ വെച്ചിട്ട് കൂട്ടുമ്പോൾ 4ഉം ഗുണിക്കുമ്പോൾ 2ഉം വരുന്ന നമ്പറുകൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റെപ്പ് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിടുക. ഓൺലൈൻകാർക്ക് മനസ്സിലായോ? നമ്മള് ഡെൽറ്റ ഓ എന്ന് വിളിക്കും. സ്വിച്ചിങ് ആണെങ്കിൽ എന്ന് വിളിക്കുക ഡെൽറ്റ ഓ. ഇനി ഇവർ രണ്ടു പറയാൻ ഡെൽറ്റ ഓന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് മക്കളെ ഈ രണ്ടുപേര് കാണുമല്ലോ ഇവർക്ക് എനർജി പറഞ്ഞത്. അപ്പം ഇവരുടെ എനർജി കുറഞ്ഞതാണോ കൂടിയതാണോ? ഇവരുടെ എനർജി കുറഞ്ഞതാണോ കൂടിയതാണോ ഈ രണ്ടുപേര് കാണുന്നത്? കുറഞ്ഞതല്ലേ. ഇവർക്ക് കൂടിയതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്തു, എനർജി കുറഞ്ഞു. അപ്പം ഈ രണ്ടുപേര് കാണുമല്ലേ കുറഞ്ഞത്. അപ്പൊ ഇവിടെ അപ്പോ മൂന്നാമത്തേതിലെ ഒന്നാമത്തെ ചോദ്യം വേനകത്താത്തു ചെല്ലാരും ആദിദേവ് ഒന്ന് വായിക്കൂ. 3ന്റെ 1 ആദിദേവ് വായിക്കൂ. ആദ്യം ഒരു സീക്വൻസ് ഒന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കട്ടെ. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 55, 45, 35. ശ്രദ്ധിക്കണം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതുപോലെ പഠിച്ചതാണ്. ഈ സീക്വൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സീക്വൻസിലെ ടേമുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സീക്വൻസിലെ ടേമുകൾ 55, 45, 35 എന്ന് എന്ത് ചെയ്യുകയാണ്, കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഇനി എന്താണ് ഒന്നാമത്തെ ചോദ്യം? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒന്നാമത്തെ ടേം മുതൽ തുടർച്ചയായിട്ടുള്ള എത്ര പേരെ കൂട്ടിയാലാണ്, ആഡ് ചെയ്താലാണ് 175 എന്ന് പറയുന്ന സമ്മ കിട്ടുക? ഇതല്ലേ ചോദ്യം? ഓക്കെ, ഇരിക്കൂ. അഭിനവ് സാർ അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വായിക്കൂ. എന്താ സാർ അതിന്റെ അർത്ഥം? ഇതിലെ ആദ്യത്തെ ടേം മുതൽ തുടർച്ചയായിട്ടുള്ള എത്ര പേരെ കൂട്ടിയാൽ 180 എന്ന് പറയുന്ന സമ്മ കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇരിക്കും. മുഹമ്മദ് സൈ സാർ മൂന്നാമത്തെ ചോദ്യം. എന്താണ് ചോദ്യത്തിനർത്ഥം? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ ടേം മുതൽ തുടർച്ചയായിട്ടുള്ള എത്ര പേരെ കൂട്ടുമ്പോഴാണ് ഹാഫിസ് സാർ 0 കിട്ടുന്നത്? 3 ഏതാണ്ട് ഒരേ ചോദ്യമാണ്. എന്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ? സമ്മ മാറ്റി മാറ്റി എടുക്കുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇരിക്കും. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തല്ലേ? എഴുതും. ആദ്യം ആൻസർ എന്ന് എഴുതിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ്, ആൻസർ എന്ന് എഴുതിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ്. എന്നിട്ട് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അങ്ങോട്ട് എഴുതാം. പറഞ്ഞാട്ടെ, ഉണ്ടെന്നില്ല. 55, 45, 35 എക്സെട്ര. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. നമുക്കിവിടെ നിന്ന് ചില സുപ്രധാനമായ വിവരങ്ങളൊക്കെ എഴുതാം. എന്തൊക്കെ എഴുതുക? ഫസ്റ്റ് ടേം ഈക്വൽ എഫ് ഈക്വൽ 55. അടുത്ത കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 45 മൈനസ് 55 ഈസ് ഈക്വൽ ടു -10. ഇനി എല്ലാത്തിനകത്തിനും കീർത്തനെ ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ടേം മുതൽ തുടർച്ചയായ എത്ര പേരെ കൂട്ടിയാൽ ഇത്ര സമ്മ കിട്ടുമെന്നല്ലേ ചോദിച്ചേക്കുന്നേ. അപ്പൊ അവിടെ ഒന്നും നമുക്ക് എന്തറിയത്തില്ല? നമ്മറിയത്തില്ലെന്ന്. നമ്പർ ഓഫ് ടേംസ് അറിയത്തില്ല. എന്തറിയത്തില്ല? അപ്പൊ അടുത്തവരിൽ എഴുതുക. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ n ബ്രാക്കറ്റിൽ സപ്പോസ്. ഇനി എല്ലാ കണക്കിലും കീർത്തനെ സമ്മല്ലേ ചോദിച്ചേക്കുന്നേ?
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടെ വേണ്ടി ഒരു സം ആദ്യമേ കണ്ടുപിടിച്ചു നോക്കാം. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു സം ആദ്യമേ എന്ത് ചെയ്യാ അങ്ങ് കണ്ടുപിടിച്ചോ. അപ്പൊ എഴുതുക സം ഈക്വൽ കീർത്തന എഴുതുന്നില്ല, ഇപ്പൊ മേടിക്കേണ്ടത്, വേഗം ബുക്ക് പിടിച്ച്. സം ഈക്വൽ എസ് എൻ ഈക്വൽ സമ്മ കണ്ടുപിടിക്കാൻ എത്ര ഫോർമുല ഉണ്ട്? ഇതുണ്ട്. ഏതൊക്കെയായിരുന്നു? n/2 ഇൻറ്റു ഒന്നുകിൽ x1 പ്ലസ് xn. അത് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ xn കൂടെ കണ്ടുപിടിക്കണം. നമ്മുടെ ഇതിൽ ഇപ്പൊ xn ഇല്ല. പിന്നെ അടുത്ത ഇക്വേഷൻ ഏതാ? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു എന്റെ കൂടെ എല്ലാവരും എഴുതിക്കോളും. എല്ലാം കൊടുക്കാമല്ലോ. അപ്പോൾ Sn ഈക്വൽ n/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില, എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈമാ 55 പ്ലസ് n-1. അത് n-1 തന്നെ. കാരണം ആ നമ്പർ ഓഫ് ടൈം നമുക്ക് അറിയത്തില്ല. ഇൻറ്റു ഡിയുടെ വില -10. അപ്പോൾ Sn is equal to n/2 ഇൻറ്റു 2 ഇൻറ്റു 55 110. ബ്രാക്കറ്റ് ഗുണിക്കൂ. n ഇൻറ്റു -10 -10n -1 ഇൻറ്റു -10 എന്താ 10 പ്ലസ് 10. അപ്പോൾ Sn is equal to n/2 ഇൻറ്റു -10n എടുത്ത് ആദ്യം എഴുതി. 110 അധികം 10 110 അധികം 10 120. ഈ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന n/2 എടുത്ത് അകത്തോട്ട് ഗുണിക്കാമല്ലോ. പറഞ്ഞാട്ടെ. Sn ഈക്വൽ n/2 ഇൻറ്റു -10n പ്ലസ് മിണ്ടുന്നില്ല n/2 ഇൻറ്റു 120. അപ്പോൾ Sn is equal to ഈ രണ്ടും ഈ 10 കൂടെ വെട്ടി എന്ത് കിട്ടും? 5. പറഞ്ഞാട്ടെ. n ഇൻറ്റു -5n -5n സ്ക്വയർ. ഈ രണ്ടും ഈ 120 കൂടെ വെട്ടിയാൽ 60. n ഇൻറ്റു 60. ഓക്കെ. ഇതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ n ടേംസിന്റെ അഭയദേവേ സം. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആദ്യത്തെ n ടേമിന്റെ എന്ത് കണ്ടുപിടിച്ചു? സമ്മ കണ്ടുപിടിച്ചു. ഓൾ സ്റ്റാൻഡപ്പ്. ഇത്രയും വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. How many terms of this? How many terms of this starting from the first must be added to get 175 as the ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒന്നാമത്തെ ടേം മുതൽ തുടർച്ചയായ എത്ര പേരെ കൂട്ടുമ്പോഴാണ് അഭിരൂപേ 175 എന്ന് ഉത്തരം കിട്ടുന്നത് എന്നല്ലേ ചോദ്യം. അപ്പൊ ഈ 175 ആരാ? എഴുതൂ. 1 എന്ന് നമ്പർ ഇട്ടിട്ട് സബ് ക്വസ്റ്റ്യൻ നമ്പർ 1. സബ് ക്വസ്റ്റ്യൻ നമ്പർ 1. എത്രയായിരുന്നു സമ്മ? എത്രയായിരുന്നു? 170. അപ്പൊ എഴുതുക. 1 എന്ന് നമ്പർ ഇട്ടിട്ട് സം ഈക്വൽ Sn ഈക്വൽ 175 ബ്രാക്കറ്റിൽ ഗിവൺ. ഓക്കെ ആണോ? അല്ല, ഇതേ സമ്മല്ലേ നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടുപിടിച്ച് വെച്ചേക്കാം. അതെത്രയായിരുന്നു? -5n സ്ക്വയർ. അപ്പൊ എഴുതുക. വിച്ച് എംപ്ലൈസ്
മൈനസ് 5n സ്ക്വയർ പ്ലസ് 60n ഈക്വൽ 175. അല്പസമയം കൊണ്ട് ശ്രദ്ധിക്കുക, എന്ന് നമുക്ക് ബുക്കിലോട്ടിടാം. എക്സിന് പകരം എന്ത് വന്നിരിക്കുന്നു? അതുകൊള്ള n വന്നേക്കുന്നു. എക്സ് സ്ക്വയർ ടേമിന് പകരം n സ്ക്വയർ ടേം പ്ലസ് n ഉള്ള ടേം, എക്സ് ടേമിന് പകരം n ഉള്ള ടേം ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. എന്നത്തെ കണ്ടീഷൻ? എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് 1 ആയിരിക്കണം. n സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ ഇപ്പൊ എത്ര വന്നേക്കുന്നത്? അപ്പൊ ആ -5 മാറി അവിടെ എന്ത് വരണം? 1 വരണം. എന്ത് ചെയ്യും? -5 കൊണ്ട് എന്ത് ചെയ്യും? ഈ -5 ഇവിടുന്ന് പോകണം, എങ്കിലല്ലേ അത് വെറും n സ്ക്വയർ ആകത്തുള്ളൂ. ഇൻഡു ചെയ്തിരിക്കുന്ന -5 ആണ് പോകേണ്ടത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എഴുതുക, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ മിണ്ടുന്നില്ല. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ -5. അപ്പൊ എഴുതുക -5n സ്ക്വയർ ബൈ -5 ആണോ പ്ലസ് 60n ഡിവൈഡഡ് ബൈ -5 ഈക്വൽ 175 ഡിവൈഡഡ് ബൈ -5. നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് 5 ഡിവൈഡഡ് ബൈ 5 1. അപ്പൊ അത് n സ്ക്വയർ ആയി. പോസിറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് നെഗറ്റീവ് 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 12. അപ്പൊ 12n ഈക്വൽ 175 എന്ത് നമ്പർ? 175 എന്ത് നമ്പർ? പോസിറ്റീവ്. 5 എന്ത് നമ്പർ? നെഗറ്റീവ്. പോസിറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് നെഗറ്റീവ്. ഇനി 175നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാട്ടെ എത്ര? -30. ഇപ്പോൾ ഇത് കറക്റ്റ് ഫോം ആയോ? n സ്ക്വയർ ഉള്ള ടേം, അതിനുശേഷം മൈനസ് n ഉള്ള ടേം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കേട്ടോ അഭിരാമി? ഇത് കൂടാതെ n സ്ക്വയറിന്റെ മുമ്പിലുള്ള നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പൊ കറക്റ്റ് ഫോം ആയല്ലോ. വരച്ച് ബോക്സിലിട്. ഇനി ഇവിടെ നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? ആനന്ദേ, ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? സ്ക്വയർ കംപ്ലീഷൻ. എന്താണ്? അപ്പൊ ആദ്യത്തെ രണ്ടുപേരെ അതുപോലെ എഴുതി, n സ്ക്വയർ -12n അങ്ങനെ തന്നെ എഴുതി. കേട്ടാ? ഇനി വർക്കിംഗ് കോളത്തിലോട്ട് എന്നിന്റെ കോഎഫിഷ്യന്റ് -12. അടുത്തത് -12ന്റെ പകുതി. ഒരു സെക്കൻഡ് വരിക. -12ന്റെ പകുതി -12 ഡിവൈഡഡ് ബൈ 2 എത്ര? -6. അടുത്തത് -6ന്റെ സ്ക്വയർ 36. ഈ 36 എന്ത് ചെയ്യണം? ആദ്യം ആഡ് ചെയ്യുക, പിന്നെ സബ്ട്രാക്ട് ചെയ്യുക, ഈക്വൽ -35 ആണോ? ആണോ? അപ്പോൾ n സ്ക്വയർ -12n പ്ലസ് 36 ഈക്വൽ ടു -35. ഇത് അപ്പുറത്ത് പോട്ടെ, +36. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഈ ഇടതുവശത്തിനെ എങ്ങനെ ചുരുക്കി എഴുതാം? n സ്ക്വയർ കിട്ടണമെങ്കിൽ n എടുത്ത് സ്ക്വയർ ചെയ്യണം. 36 കിട്ടണമെങ്കിൽ 6 എടുത്ത് സ്ക്വയർ ചെയ്യണം. n ഉള്ള ടേമിന്റെ മുമ്പിലത്തെ സൈൻ മൈനസ് ആണെങ്കിൽ നടുക്ക് മൈനസ് വരും. അപ്പൊ n -6 ദ ഹോൾ സ്ക്വയർ ഈക്വൽ -35 പ്ലസ് 36 1 ആണോ? അപ്പോൾ n -6 ഈക്വൽ ടു +or -√1. അപ്പോൾ n -6 ഈക്വൽ ടു +or- 1ന്റെ റൂട്ട് 1.
അപ്പോൾ n മൈനസ് സിക്സിന് എത്ര വിലയുണ്ട്? 2 വില. ഏതൊക്കെ? n മൈനസ് സിക്സിന്റെ ആദ്യത്തെ വില 1, n മൈനസ് സിക്സിന്റെ ആദ്യത്തെ വില 1, ഓർ n മൈനസ് സിക്സിന്റെ അടുത്ത വില. അപ്പൊ n ഈക്വൽ 1 പ്ലസ് 6, n ഈക്വൽ അപ്പുറത്തേത് n ഈക്വൽ മൈനസ് 1 പ്ലസ് 6. അപ്പൊ n ഈക്വൽ 5. അപ്പോൾ n ന് എത്ര വില കിട്ടി? 2 വില. ഏതൊക്കെ? 7ഉം കിട്ടി, 5ഉം കിട്ടി. ഏത് വില എടുക്കും? 7ഉം കിട്ടി, 5ഉം കിട്ടി. ഏത് വില എടുക്കും? 2 വില എടുക്കും. കാരണം n എന്ന് പറയുന്നത് ആരാണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. ആരാണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. n എന്ന് പറയുന്നത് ആരാണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസിന് കിട്ടിയ ഉത്തരം രണ്ടും നാച്ചുറൽ നമ്പർ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 7 പേരെ കൂട്ടിയാൽ 175 കിട്ടും. 5 പേരെ കൂട്ടിയാലും എന്ത് കിട്ടും? അങ്ങനെ ശരിയാവുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സീക്വൻസിൽ ഈ പ്രത്യേകതയുണ്ട്. പക്ഷെ കൂടിപ്പോകുന്നതിനകത്ത് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കൂടിപ്പോകുന്നതിനകത്ത് ഇതിലേതെങ്കിലും ഒരു വില മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത വില എഴുതുക. നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ n ഈക്വൽ നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ n ഈക്വൽ 7 or 5. അടുത്ത പാട്ട് പിടി കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓൺലൈൻകാർക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. നോക്കിക്കോളൂ. സെക്കൻഡ് പാർട്ടിൽ സം എത്ര വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്? 180. അപ്പൊ സം ഈക്വൽ SN ഈക്വൽ 180. ബ്രാക്കറ്റിൽ ഗിവൺ which implies minus 5n square plus 60n equal 175 പകരം 180. ഇവിടെയും മുമ്പത്തെ അതേ പ്രശ്നമുണ്ട്. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അഭിരാമി എത്ര അല്ല? 1 അല്ല. അതുകൊണ്ട് നമ്മൾ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 180 ഡിവൈഡഡ് ബൈ അപ്പൊ ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് n സ്ക്വയർ ആകും, ഇത് -12n ആകും. ഇത് എത്ര വരും? -36. അപ്പൊ n സ്ക്വയർ -12n പ്ലസ് 36 -36 ഈക്വൽ അപ്പുറത്ത് -36 ഇല്ലേ വരുന്നു? 36. അപ്പൊ n സ്ക്വയർ -12n പ്ലസ് 36 ഈക്വൽ -36 പ്ലസ് 36 ആണോ? അപ്പോ n-6 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -36 പ്ലസ് 36 ആണോ? ഇത് കഴിഞ്ഞപ്പോഴാണ് സഫ്നാസ് എന്നെ വിളിച്ചത്, ഒന്ന് വരുമോ? അപ്പോൾ n-6 is equal to plus or minus √0. അപ്പൊ n-6 is equal to n-6 is equal to 0യുടെ സ്ക്വയർ റൂട്ട് എത്രയാണ്? ഏത് നമ്പറിന്റെ റൂട്ട് എടുക്കുമ്പോഴാണ് ഉത്തരം 0 എന്ന് കിട്ടുന്നത്? 0യുടെ അതാണ്. അപ്പൊ n-6 is equal to പ്ലസ് ഓർ മൈനസ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഈ +0
-0 എന്നിങ്ങനെ നിങ്ങൾ രണ്ടാക്കി എഴുതേണ്ട കാര്യമില്ല. കാരണം കണക്കിൽ അങ്ങനെ +0 ഇല്ല, -0 ഇല്ല, ഒറ്റ 0 ഉള്ളൂ. അപ്പൊ n-6ന്റെ വില 0. അപ്പൊ n = 6 എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 6 പേരെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് സമ്മ കിട്ടുന്നത്? എന്ത് സമ്മ കിട്ടുന്നത്? 180 സമ്മായിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഡൗട്ട് മാറിയോ? ബുക്ക് തുറന്ന് നോക്കിക്കേ ശരിയാണോന്ന്. ഓൺലൈൻകാരുടെ ഉത്തരം കറക്റ്റ് ആണോ? ആ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ സം എന്ത് കിട്ടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 0. അപ്പൊ മുഹമ്മദ് ഷാഫി, സം ഈക്വൽ SN ഈക്വൽ 0. കേർത്തനെ, സം ഈക്വൽ SN ഈക്വൽ 0 ബ്രാക്കറ്റിൽ given, which implies -5n² +60n is equal to 180ക്ക് പകരം 0. അപ്പോ മുമ്പേ ചെയ്തതുപോലെ തന്നെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. -5n² -5 +60n ഡിവൈഡഡ് ബൈ -5 ഈക്വൽ 0 ഡിവൈഡഡ് ബൈ ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോ n² -12n ഈസ് ഈക്വൽ ടു 0. അപ്പൊ n² -12n +36 -36 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ n² -12n +36 is equal to 0 -36 അപ്പുറത്ത് ചെല്ലുമ്പോ +36. അപ്പോ n-6 the whole square is equal to 36. അപ്പോൾ n-6 is equal to ±√36. അപ്പോൾ n-6 is equal to ±, അപ്പോൾ n-6ന് എത്ര വിലയുണ്ട്? 2 വില. ഏതൊക്കെ? n-6ന്റെ ഒരു വില 6 ഓർ n-6ന്റെ അടുത്ത വില -6. അപ്പൊ n ഈക്വൽ 6 ഇതപ്പുറത്ത് പോട്ടെ +6. അപ്പൊ n ഈക്വൽ 12. അപ്പുറത്തേത് n ഈക്വൽ -6 +6. അപ്പൊ n ഈക്വൽ, ഇതിൽ ഏത് വില നിങ്ങൾ എടുക്കും, ഏത് വില നിങ്ങൾ എടുക്കില്ല? 12 എടുക്കും. ബുക്ക് ഉറക്കാൻ പറഞ്ഞില്ല. 12 എടുക്കും. 0. എന്താ 0 എടുക്കാത്തത്? നമ്പർ ഓഫ് ടൈം 0 എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ടൈം എടുക്കണ്ടെന്ന് അർത്ഥം. ഒരു ടൈമോ? അപ്പൊ ഇതിൽ ഏതാ എടുക്കുന്ന വില? ഇനി ബുക്ക് തുറന്ന് നോക്കിയോ ഉത്തരം ശരിയാണെന്ന്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അയ്യോ, എന്തോ ഒരു വൈക്ലഭ്യം പോലെ. n ഈക്വൽ 12. n ഈക്വൽ 12. അടുത്ത വരിയിൽ n ഈക്വൽ 0. എന്നിടത്തും 0 വേറിടത്തും ഇല്ല. ലാസ്റ്റ് എഴുതി വെക്കണ്ടേ n ഈക്വൽ 0.
ബോർഡിൽ എഴുതിയേക്കുന്ന അത്രയും സ്റ്റെപ്പ് ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. ഉണ്ടോ? ആ വേഗോട്ടെ. ഓൺലൈൻകാർ ഇത്ര എഴുതിയായിരുന്നോ? അതിലേ പോവാ. ഇല്ല. സാർ. അപ്പൊ ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതുക. n = 0, n = 0 ഈസ് നോട്ട് ഞാനും പേടിച്ചു പോയി. n = 0 ഈസ് നോട്ട് acceptable. n = 0 ഈസ് നോട്ട് acceptable. Therefore n = 12. അപ്പൊ n 12 എന്ന് വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ അടുത്ത എഴുതുക. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ n ഈക്വൽ നമ്പർ ഓഫ് ടേംസ് ഈക്വൽ n ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ എത്ര ടേമുകൾ? 12 ടേമുകൾ കൂട്ടുമ്പോ നിങ്ങൾക്ക് എന്ത് സമ്മ കിട്ടും? 0 എന്ന് പറയുന്ന സമ്മ കിട്ടും. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.